കീമിൽ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലേക്ക്. മറ്റുള്ളവർക്ക് ദോഷമാണെന്ന് കാണുമ്പോൾ നിയമം മാറ്റണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. അതേസമയം കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്നും ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചാരണമാണെന്നും മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. കീമിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിയിലേക്ക് പോകാനൊരുങ്ങുകയാണ് കേരള സിലബസിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. നിലവിലെ ഘടന കേരള സിലബസിലെ കുട്ടികൾക്ക് എതിരാണെന്നും പുതുക്കിയ റാങ്ക് പട്ടിക വന്നപ്പോൾ പിന്നോട്ടു പോയതിൽ വലിയ മനോവിഷമം ഉണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ഇപ്പോൾ സ്റ്റാൻഡേർഡ് CBSEക്ക് സ്റ്റാൻഡേർഡ് കൂടുതലാണ്, ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ അടിച്ചു താത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാർ 5:3:2 എന്നുള്ള ഒരു റേഷ്യോയിൽ പുതിയ പ്രോസ്പെക്ടസ് വന്നത്. അത് ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് വാദിച്ചത്. പക്ഷേ നിയമങ്ങൾ ആദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിനെ റദ്ദീകരിക്കുന്നത് എന്താ പറയുക, തെറ്റായ കാര്യമാണ്. എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. എന്നാൽ അത് കോടതി അംഗീകരിച്ചില്ല. പക്ഷേ കോടതി തീരുമാനം സംസ്ഥാന സിലബസിലെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന് കാരണം സംസ്ഥാന സർക്കാരാണ് എന്ന തെറ്റായ പ്രചരണമാണ് നിലവിൽ നടക്കുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലെ ഫോർമുല നടപ്പിലാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. കീമിൽ ഞങ്ങൾക്ക് നീതി വേണമെന്ന പേരിൽ പ്രത്യേക വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയാണ് സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾ നിയമ നടപടിയിലേക്ക് കടക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.